ഇത് സാധാരണക്കാരുടെ പാവപ്പെട്ട മനുഷ്യരുടെ സ്വപ്നമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു ഞങ്ങൾ ഏർപ്പെട്ടത്. ആ പരിശ്രമം വിജയിക്കുമ്പോൾ അവരുടെ സ്വപ്നം പൂവണിഞ്ഞതിലുള്ള സന്തോഷമാണ് എനിക്കുള്ളത്. ഒരുപാട് മനുഷ്യർക്ക് തലചായ്ക്കാനൊരിടം സുരക്ഷിതമായി കടന്നാനുറങ്ങാം. ഒരുപാട് മനുഷ്യർക്ക് തലചായ്ക്കാനുള്ള ഇടം പല സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരുപാട് ആളുകൾക്ക് തലചായ്ക്കാൻ വെറും ഒരു ഇടമല്ല ഇത് ചെയ്യുന്നത് കൊച്ചിയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകളുള്ള ഒരുപക്ഷെ വലിയ സമ്പന്നരായ ആളുകളുടെ വീടുകളിൽ കാണുന്ന ഒരു സൗകര്യത്തോടു കൂടി അതിൻ്റെ വലിപ്പത്തിലൊക്കെ നമുക്ക് വ്യത്യാസം ഉണ്ടാകാം. പക്ഷേ എങ്കിലും അതെല്ലാം അവർക്കും അനുഭവിക്കാനും ഒക്കെയുള്ളൊരു സമയമാണ്. നമ്മുടെ അർബൻ ഡെവലപ്മെൻറ്റിൽ, നമ്മുടെ നഗരവികസനത്തിൽ ഇന്ന് ഉയർന്നു കേൾക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമുണ്ട്. അതിങ്ങനെയാണ്: സാധാരണക്കാരനുള്ള സ്ഥലം, സാധാരണക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലം, അവന് കിടക്കാനുള്ള സ്ഥലം, കോമൺ സ്പേസസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ കൗൺസിൽ ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാ ഓപ്പൺ സ്പേസുകളും നന്നാക്കുന്നതും. രണ്ട്, ഇതേപോലെ സാധാരണക്കാരനും അവകാശപ്പെട്ടതാണ് ഒരു നഗരം എന്നതാണ് ഞങ്ങൾ കൊടുത്ത സന്ദേശം. ഇത് എൻ്റെ സന്ദേശമല്ല, ഇത് ഒരു രാഷ്ട്രീയ സന്ദേശമാണ്. കാരണം PND കോളനി പുനരധിവസിപ്പിക്കുന്ന സമയത്ത് അവിടെ ഭൂമി കൊടുത്തത് GCDയുടെ ഏറ്റവും വിലപ്പെട്ട ഭൂമിയാണ് CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന CN മോഹനൻ തീരുമാനിച്ചത്. അതിലെനിക്ക് യാതൊരു പങ്കുമില്ല, ഞാനന്ന് കൗൺസിലർ പോലും അല്ല. പക്ഷേ അവിടെ തന്നെ കൊടുക്കാം എന്ന് GCDA ചെയർമാനായിരുന്ന CN മോഹൻ തീരുമാനിച്ചത് ഒരു രാഷ്ട്രീയമുണ്ട്. അതായത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തൊരു രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയമാണ് എന്നെയും മുഖ്യമന്ത്രിയെയും സഖാവ് CN മോഹനെയും അതുപോലെ തന്നെ പലരെയും കോർത്തിണക്കുന്നത്. അതിൻ്റെ കൂടി വിജയമാണ് ഇത് എന്നാണ് ഞാൻ കരുതുന്നത്. കണ്ടൊരു സ്വപ്നം അതിന്ന് കേരളത്തിൻ്റെ അല്ല, രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായി മാറുകയാണ്. ആ മുഹൂർത്തത്തിലാണ് താങ്കൾ ഇപ്പോൾ നിൽക്കുന്നത്. കേരളം എപ്പോഴും രാജ്യത്തിന് അഭിമാനമാണ്. കേരളം സത്യത്തിൽ എന്തെല്ലാം കൈവരിച്ചു എന്നത് എപ്പോഴും കേരളം ഒരു അത്ഭുതമാണ്. അമർത്യ സെന്നെ പോലെയുള്ള ചിന്തകരെ സംബന്ധിച്ച് പോലും അതൊരു അത്ഭുതമാണ് എന്ന് നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിന് ചില ചോദ്യചിഹ്നങ്ങൾ വരുമ്പോൾ വലിയ ചർച്ചകൾ നടക്കാറുണ്ട്. പക്ഷേ കേരളം എന്തുകൊണ്ട് വ്യത്യസ്തമാണ് എന്നതിൻ്റെ തെളിവാണ് അമ്പരചുംബികളായ ഈ രണ്ട് കെട്ടിടങ്ങൾ. ഈ കാര്യത്തിൽ ഏറ്റവും വലിയ സഹായം നൽകിയത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസാണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ എൻജിനീയറിങ്ങിലേക്ക് അദ്ദേഹത്തിൻ്റെ അവരുടെ മുഴുവൻ സപ്പോർട്ട് ഇതിനുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാം കോർത്തിണക്കുന്നത് ഈ രാഷ്ട്രീയമാണ് എന്ന്.